നമ്മളിന്ന് ലാറ്റ്വിയനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് JBG ഫ്ലൈയുടെ ഡയറക്ടറായ ഡോക്ടർ ജോസഫ് തരകനാണ്. സർ, നമുക്ക് ലാറ്റ്വിയയുടെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ലാറ്റ്വിയ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു യൂറോപ്യൻ രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പുള്ള രാജ്യമാണ്. ഓക്കെ, ലാറ്റ്വിയ വരുന്നത് യൂറോപ്പിൻ്റെ തന്നെ ആക്ച്വലി ഒരു കിഴക്ക് ഭാഗത്തായിട്ട് ആണ് ലാറ്റ്വിയ വരുന്നത്. ലാറ്റ്വിയയുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ പോളണ്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ റഷ്യ വരുന്നുണ്ട്. ലിത്വാനിയ, എസ്റ്റോണിയ പോലത്തെ രാജ്യങ്ങളൊക്കെ അതിൻ്റെ സൈഡിലുള്ളതാണ്. അപ്പം തണുപ്പുള്ള രാജ്യം തന്നെയാണ്. എന്ന് വെച്ചിട്ട് കാനഡ പോലെ തന്നെ എക്സ്ട്രീം തണുപ്പിലേക്ക് പോവില്ല. ഒരു 0 to +5 എന്നുള്ളതൊക്കെ ആയിരിക്കും വിൻ്ററിൻ്റെ സമയത്തുണ്ടായിരിക്കുന്ന തണുപ്പ്. അവരുടെ സമ്മർ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 15 to 20 എന്നുള്ള ഡിഗ്രി സെൻറ്റിഗ്രേഡിലായിരിക്കും. പൊതുവെ തണുപ്പുള്ള രാജ്യം എന്ന് പറയാം. എന്നാലും നമ്മുടെ കുട്ടികൾക്കൊക്കെ അത് ബെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് തന്നെയേ ഉള്ളൂ. കാരണം എസ്പെഷ്യലി അവരുടെ കൾച്ചർ തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ യൂറോപ്പിൻ്റേതായിട്ടുള്ള കൾച്ചറും യൂറോപ്പിൻ്റേതായിട്ടുള്ള ആൾക്കാരും ഈ പറഞ്ഞ പോലെ വെള്ളക്കാരായിട്ടുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് ആ ഒരു ട്രഡീഷൻ കൾച്ചറിലാണ് അവിടെ പോകുന്നത്. നമ്മുടെ നാട്ടിൽ പോകുന്ന കുട്ടികൾക്ക് ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അത്ര വലിയ പാട് ഉണ്ടാവാറില്ല. അതിൻ്റെ ലാറ്റ്വിയനെ കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാറ്റ്വിയ ഈ പറഞ്ഞ പോലെ ഒരു കൊച്ചു രാജ്യമാണ്. നമ്മുടെ ഇന്ത്യയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു കൊച്ചു രാജ്യമാണ്. റിഗ ആണ് അവരുടെ ക്യാപിറ്റൽ വരുന്നത്. അപ്പോൾ അതിൽ ആ റിഗ സിറ്റിയിൽ മാത്രമേ ഈ പറഞ്ഞ നമ്മുടെ കുട്ടികൾ അധികം ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കോളേജുകളെല്ലാം റിഗ സിറ്റിക്കകത്തുള്ള കോളേജുകളാണ്. കാരണം അവിടെ മാത്രമേ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കുള്ളൂ. അതിൻ്റെ കുറച്ചുകൂടി സബർബ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലാറ്റ്വിയൻ ലാംഗ്വേജും അല്ലെങ്കിൽ റഷ്യൻ ലാംഗ്വേജും കുറച്ചുകൂടി പ്രോമിനൻ്റ് ആയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ജോലി ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് റിഗ സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. കുട്ടികൾ പൊതുവേ കംഫർട്ടബിൾ ആണ് ഈ പറയുന്ന ലാറ്റ്വിയയിലും ലാറ്റ്വിയൻ എഡ്യൂക്കേഷനിലും. ഓക്കെ, അവിടുത്തെ സ്റ്റഡീസൊക്കെ എങ്ങനെയാണ് വരുന്നത്? സ്റ്റഡീസ് ബേസിക്കലി ഈ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഡിഗ്രി കോഴ്സുകളുണ്ട്, മാസ്റ്റർ കോഴ്സുകളുണ്ട്, അതുപോലെ ഡിപ്ലോമ കോഴ്സുകളും ഉണ്ട്. ഡിപ്ലോമ കോഴ്സുകൾക്ക് ഈ അടുത്ത കാലത്തായിട്ട് വിസ സാങ്ഷൻ കിട്ടാനും അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. ജനറലായിട്ട് ബാച്ചിലേഴ്സിന് വേണ്ട കുട്ടികൾക്കും മാസ്റ്റേഴ്സിന് വേണ്ട കുട്ടികൾക്കായിട്ട് വലിയൊരു ബുദ്ധിമുട്ടുകൾ കാണുന്നില്ല. അതിലേക്കാണ് നമ്മൾ കൂടുതൽ കുട്ടികൾ വിടുന്നത്. എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലത്തെ തന്നെ ഏകദേശം എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു മെത്തേഡ് തന്നെയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഇന്ത്യയിലത്തെ അതായത് നമ്മുടെ എസ്പെഷ്യലി നമ്മളുടെ KTUവിൻ്റെ ഒക്കെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയൊന്നും ടഫല്ല ഈ പറയുന്ന പല ലാറ്റിൻ യൂണിവേഴ്സിറ്റിയുടെ സിലബസുകളും. മാത്രമല്ല അവർ കൂടുതലും ഈ പ്രാക്ടിക്കലായിട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് കൂടുതൽ പ്ലാൻ ചെയ്യുന്നത്. ഈ തിയറി ഓറിയൻറ്റഡും കുറേ ബൈ ഹാർട്ട് ചെയ്യുന്ന സിസ്റ്റംസ് ഒന്നും അവരത്രയും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന എഡ്യൂക്കേഷൻസിലൊക്കെ നമുക്ക് എക്സാമിനൊക്കെ പക്ഷേ ഓപ്പൺ ബുക്ക് പോളിസിയാണ്. നമുക്ക് എക്സാമിൻ്റെ സമയത്ത് ബുക്ക് നോക്കിയിട്ട് നമുക്ക് എക്സാം എഴുതുന്നതാണ്. കാരണം അവരൊരു ബൈ ഹാർട്ട് സിസ്റ്റത്തിലല്ല വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എത്ര കോൺസെപ്റ്റുകൾ അറിയാം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൂടുതലും നോക്കുന്നത്. അപ്പോൾ മോഡേൺ ടീച്ചിങ് ടെക്നിക്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. എക്സാം കൂടാതെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ അസൈൻമെൻറ്റ്സിൽ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഏത് കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുള്ള കോഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ മാത്രം സക്സസ്ഫുൾ പാസ് ഔട്ട് ആകാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കരിക്കുലം ഫോളോ ചെയ്യാൻ പാടായിരിക്കും. കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിയറി ബേസ്ഡ് അല്ല, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അവിടെ ഉള്ളത്. ഓക്കെ, അവിടെ എങ്ങനത്തെ പ്രോഗ്രാംസ് ആണ് കൂടുതലായിട്ട് ഉള്ളത്? ഇതൊരു ടെക്നിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പഠിപ്പിക്കുന്നത്. ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവർക്ക് കൂടുതൽ അവിടെ ആവശ്യമുള്ളത്. ഇപ്പം ആക്ച്വലി ഒരു ഈസ്റ്റേൺ യൂറോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള രാജ്യം ലാറ്റ്വിയയാണ്. അപ്പം അവിടെ ഈ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് തന്നെയാണ് പ്രാമുഖ്യമുള്ളത്. എസ്പെഷ്യലി IT ബാക്ക്ഗ്രൗണ്ട് വരുന്ന കുട്ടികൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് അവിടെയുണ്ട്. അത് നമ്മുടെ ബാച്ചിലേഴ്സിന് വേണ്ട കുട്ടികളാണെങ്കിലും മാസ്റ്റേഴ്സിന് വേണ്ട കുട്ടികളാണെന്നുണ്ടെങ്കിലും അവർ IT പറ്റുമെങ്കിൽ IT സെലക്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നോക്കണം. ഇപ്പോൾ നിങ്ങൾ IT അല്ല നിങ്ങളുടെ +2 അല്ലെങ്കിൽ UGയിൽ പഠിച്ചിട്ടുള്ളതെങ്കിൽ കൂടി കൺവേർഷൻ കോഴ്സുകളും പോസിബിൾ ആണ്. അപ്പോൾ IT അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീംസ് ഇപ്പോൾ ഈ പറയുന്ന മെക്കാനിക്കൽ ആണെന്നുണ്ടെങ്കിലും ഇലക്ട്രോണിക്സ് ആണെന്നുണ്ടെങ്കിലും അവർക്കും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി അതുകൂടാതെ വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ബിസിനസ് മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ ഓപ്ഷൻസിനും അവിടെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബിസിനസ് അനലിസ്റ്റുകളെ ധാരാളം ലാറ്റ്വിയയ്ക്ക് ആവശ്യമാണ്. ഇപ്പോൾ കോമേഴ്സ് കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ BA കഴിഞ്ഞ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഈ മാനേജീരിയൽ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് അവിടെ ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പാർട്ട് ടൈമിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ലീഗലി എത്ര അവേഴ്സ് ഒക്കെയാണ് വർക്ക് ചെയ്യാനായിട്ട്? യൂഷ്വലി അവർക്ക് UG കോഴ്സിന് വേണ്ട കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു 20 hours പെർ വീക്കിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഒരു മാസം ഏകദേശം 80 മണിക്കൂറോളം വർക്ക് ചെയ്യാൻ പറ്റും. മാസ്റ്റേഴ്സിന് വേണ്ട കുട്ടികൾക്ക് ഡബിൾ ആണ്. അവർക്ക് ആക്ച്വലി 40 hours ഒക്കെ അവർക്ക് ഒരു വർക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ധാരാളം പൈസ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ധാരാളം മെത്തേഡുകളുണ്ട്. നമുക്കൊരു ഏകദേശം ഒരു 20 hours ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു മാസം ഒരു 600 to 700 euros ഒക്കെ അവർക്ക് ഏകദേശം അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. മാസ്റ്റേഴ്സിനാണെങ്കിൽ കുറച്ചും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. അവർക്ക് വീക്കിലി ഒരു 5 ദിവസത്തെ ക്ലാസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ 4 ദിവസം 5 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരിക്കുക. ഇവൻച്വലി അത് കുറഞ്ഞ് ഒരു 3 ദിവസത്തെ ക്ലാസ് ഒക്കെ ആയിട്ട് മാറും. സോ ദേ ഹാവ് ഇനഫ് ടൈം ടു വർക്ക് ഫോർ ദെയർ പാർട്ട് ടൈം.
ഇൻകം ജനറേഷൻ ബേസിക് അത്ര പ്രശ്നമുള്ള കേസുകളല്ല. പക്ഷെ നമുക്കവിടെ ചിലവുകൾ കുറവായിട്ടുള്ള കാരണം സ്റ്റുഡൻസ് എല്ലാവരും 20 മണിക്കൂർ 80 മണിക്കൂറൊന്നും വർക്ക് ചെയ്യില്ല. അവർക്ക് ബേസിക്കലി അവർക്ക് റെന്റ് കൊടുക്കാനുള്ള പൈസയും പുസ്തകം മേടിക്കാനുള്ള പൈസയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവർ അത്രയും വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അൺലൈക്ക് ഓസ്ട്രേലിയ അല്ലെങ്കിൽ കാനഡയ്ക്ക് ആണെങ്കിൽ കുട്ടികൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവർ ഫുൾ ടൈം വർക്കിംഗ് തന്നെയാണ്, 40 hours 20 hours ഒക്കെ ഒരു വർക്ക് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ലാറ്റിൽ കുട്ടികൾ അത്രയും ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യം കാണാറില്ല, കാരണം അവർക്ക് അത്രയും ചിലവുകൾ അവിടെ ഇല്ല. ഓക്കെ ഓക്കെ. ഇപ്പോൾ സ്റ്റഡീസിന് ശേഷം സ്റ്റുഡൻസിന് അവിടെ ജോബ് കിട്ടുന്നുണ്ടോ? എന്ത് ടൈപ്പ് ഓഫ് ജോബ്സ് ആണ് അവിടെ? യെസ് ലാറ്റ്വിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ജോബ്സ് ഉണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സ്റ്റുഡൻസിനും ജോബ്സ് ഉണ്ട്, ബിസിനസ് മാനേജ്മെന്റ് സ്റ്റുഡൻസിന് ജോബ്സ് ഉണ്ട്, ബിസിനസ് അനലിറ്റിക്സിന് ജോബ്സ് ഉണ്ട്, ഇങ്ങനത്തെ പ്രൊഫഷൻസ് ജോബ്സ് ഉണ്ട്. അപ്പം ഇവർക്ക് ഇങ്ങനത്തെ ജോബുകൾ ഇഷ്ടംപോലെ കിട്ടും. ആ ജോലികൾ അവർക്ക് ഒരിക്കൽ കോഴ്സ് പാസ്സായതിനു ശേഷം കിട്ടിയെന്ന് വരുള്ളൂ. അവർ കോഴ്സ് പാസ്സാവണം കിട്ടുന്ന ഒരുപക്ഷെ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകേണ്ടി വരാം. അപ്പോൾ ആ സമയത്തായിരിക്കും അവർ ഒരു പക്ഷേ ഈ പറയുന്ന റെസ്റ്റോറൻറ്റ് ജോബ്സ് അല്ലെങ്കിൽ കോൾ സെൻറ്റർ ജോബ്സ്, ഇങ്ങനത്തെ ജോബ്സുകളും അവർക്ക് ധാരാളം അവൈലബിൾ ആണ്. കോഴ്സ് പാസ്സായതിനു ശേഷം ഈ പറഞ്ഞ പോലെ നല്ല ജോലികൾ അവർക്ക് അവൈലബിൾ ആണ്. അവർക്ക് ഒരു സാധാരണ നിലയ്ക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എഞ്ചിനീയറിൻ്റെ ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു 1200 മുതൽ 1700 യൂറോസ് പെർ മന്ത് അവർക്ക് സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല രാജ്യം തന്നെയാണ് ഈ പറയുന്ന ലാറ്റ്വിയ. ഇനി ലാറ്റ്വിയ എന്ന് പറയുമ്പോൾ ഒരു ഷെങ്കൻ രാജ്യം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം അവർക്ക് യൂറോപ്പിൽ മൊത്തം ആക്സസ് ഉണ്ട്. യൂറോപ്പിൽ മൊത്തം 27 രാജ്യങ്ങൾ ഷെങ്കൻ രാജ്യങ്ങളുണ്ട്. ഈ അടുത്ത 2 രാജ്യങ്ങളും കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ പാസ് ഓഫ് നൗ 27 എന്ന് പറയാം. അതിൽ ബാക്കിയുള്ള 27 രാജ്യങ്ങൾ 26 രാജ്യങ്ങൾക്ക് അവർക്ക് ഫ്രീ ആക്സസ് ആണ്. അതിൻ്റെ അർത്ഥം അവർക്ക് ഫിൻലാൻഡിൽ പോയി ജോലി നോക്കാനോ അതല്ല ഇവർ ഫ്രാൻസിൽ പോയി ജോലി നോക്കാനോ ഒക്കെ ആയിട്ട് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇൻ കേസ് സ്റ്റുഡൻസിനെ എന്തെങ്കിലും ജോലിക്ക് ബുദ്ധിമുട്ട് നേടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അവർക്ക് പ്ലേസ്മെന്റ് മേടിച്ചു കൊടുക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ പോളണ്ടിലോ ചെക്ക് റിപ്പബ്ലിക്കിലോ ഈവൻ മാൾട്ടയിൽ പോലും ജോലി മേടിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലാറ്റ്വിയക്ക് ധൈര്യം പഠിക്കാൻ പോവാം. ഇറ്റ്സ് എ പാസ്പോർട്ട് യൂറോപ്പ്. ഇത് ഈ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് മുഴുവനും ഒരു പക്ഷേ ലാറ്റ്വിയ എന്ന രാജ്യത്ത് പോയിട്ട് പഠിക്കുന്ന കാര്യങ്ങളും പഠിക്കാൻ അവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ഇതിന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് സംസാരിക്കണം. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പക്ഷേ അശ്വതി മാം ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അശ്വതി മാമിനോട് തന്നെ ചോദിച്ചേക്കാം, ഒരു സ്റ്റുഡൻറ്റ് ഇപ്പം വന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ പ്രോസസ്സിനൊക്കെ എത്ര പൈസ വരുന്നുണ്ട്? അപ്ലിക്കേഷൻ പ്രോസസ്സ് മുതലേക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, ഫസ്റ്റ് നമുക്ക് അപ്ലിക്കേഷൻ അതായത് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു അപ്ലിക്കേഷൻ ഫീ നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതൊരു 100 to 200 യൂറോസ്. അത് യൂണിവേഴ്സിറ്റീനനുസരിച്ചിട്ടാണ് നമുക്ക് ചേഞ്ച് വരുന്നത്. അതിനുശേഷം നമുക്ക് ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു ഇൻ്റർവ്യൂ പാസ്സാവാൻ വേണ്ടിയിട്ടാണ്. ഇൻ്റർവ്യൂ ആയിരിക്കും അതൊരു കണ്ടീഷൻ വെക്കുന്നത്. ഇപ്പോൾ ഇൻ്റർവ്യൂ നമ്മൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അതായത് അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആക്സെപ്റ്റൻസ് ലെറ്റർ ആണ് വരുന്നത്. ആക്സെപ്റ്റൻസ് ലെറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്യൂഷൻ ഫീ അടയ്ക്കുന്നതായിട്ട് വരുന്നുണ്ട്. ഏകദേശം ഒരു 3000 യൂറോ തൊട്ടിട്ടാണ് ട്യൂഷൻ ഫീ സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്യൂഷൻ ഫീ അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഹെലോ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വിസ ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്കുണ്ടെങ്കിൽ അശ്വതി കുറേ ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ് ആയി. അപ്പോൾ ഒരു അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് അവിടെ എത്തിക്കാനുള്ളത് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഈ കുട്ടികൾ പലപ്പോഴും പറയുന്ന ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവിടെ പോകുന്ന സമയത്ത് അക്കോമഡേഷൻ കണ്ടുപിടിക്കാനും അവിടെ ഒന്ന് അഡ്ജസ്റ്റഡ് ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിരിക്കുന്നുണ്ട്. ഒരിക്കൽ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നു അവർക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം അവർക്ക് അവിടെ ഫ്രണ്ട്സായി റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ ആദ്യം ഇവിടുന്ന് പോകുന്ന സമയത്ത് പാരൻസിനൊക്കെ പറയുകയാണ് ഈ പറഞ്ഞ പോലെ എങ്ങനെ അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നൊക്കെ ആയിട്ട്. അപ്പോൾ എജുഫ്ലൈ ഇതിന്റെ ഭാഗമായിട്ട് അക്കോമഡേഷൻ്റെ ഒരു ഓഫർ കൊടുക്കുന്നെന്ന് പറഞ്ഞത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, നമ്മൾ ത്രൂ പോകുന്ന സ്റ്റുഡൻസിന് നമ്മൾ 1 month അക്കോമഡേഷൻ നമ്മൾ ഇവിടുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അക്കോമഡേഷൻ കണ്ടുപിടിക്കേണ്ടതും നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. സ്റ്റുഡൻറ്റിന് ബേസിക്കലി ഫ്ലൈറ്റിൽ കയറി ഇരുന്നാൽ മതി. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പം ലാറ്റ്വിയയിലേക്ക് പോവാം. എനിക്കുണ്ടെങ്കിൽ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ പറയുന്നുള്ളൂ. ഏകദേശം ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ റേഞ്ചിലൊക്കെയാണ് കോളേജിൻ്റെ ഫീസ് വരുന്നുള്ളൂ. ഒരു പക്ഷേ ഇന്ത്യയിൽ പഠിക്കുന്ന കോളേജിൻ്റെ ഫീസിനെക്കാട്ടും കുറവ് ഫീസിലൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. പ്ലസ് നമുക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഏൺ ചെയ്യാനും പറ്റുന്നു. അപ്പം ഒരു പക്ഷേ ബാച്ചിലേഴ്സിന് വേണമെങ്കിൽ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും മാസ്റ്റേഴ്സിന് വേണം സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു നല്ലൊരു യൂറോപ്യൻ രാജ്യത്തേക്ക് എത്താൻ പറ്റുകയും അവിടെ തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ വിത്തൗട്ട് പാരൻസിൻ്റെ സപ്പോർട്ട് ആവശ്യമില്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അവിടേക്ക് എത്തുന്ന സമയത്ത് എജുഫ്ലൈയുടെ ഭാഗമായിട്ട് നമ്മുടെ ഒരു അപ്രീസിയേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 1 മാസത്തെ അക്കോമഡേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ. ലോങ് പ്രോസസ്സാണ് ഈ പറയുന്ന വിസ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ പ്രോപ്പർ സമയത്തിന് കിട്ടും. നിങ്ങൾക്ക് സെപ്റ്റംബർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്.